ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് സൂര്യനാരായണൻ. ഇതിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കർമ്മപ്രക്ഷാളനം പ്ലസ് യമധർമ്മരാജാവിനെ ആരാധിക്കുക, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളത്. കന്നിമാസത്തിലെ കറുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ അമാവാസയുള്ള 15 ദിവസം മഹാളയപക്ഷം എന്നാണ് ഇതിന് പേര്. മഹാളയപക്ഷം പിതൃകർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിതൃക്കളെ ആരാധിക്കുവാനും പിതൃക്കളെ തൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ളതാണിത്. ഈ 15 ദിവസത്തിൽ വരുന്ന ഭരണി നക്ഷത്രം, അതായത് നാളെ ശനിയാഴ്ച യമധർമ്മരാജാവിൻ്റെ നക്ഷത്രമാണ്. കന്നിമാസത്തിലെ മഹാളയപക്ഷത്തിലെ ഭരണി നക്ഷത്രം യമധർമ്മരാജാവിൻ്റെ നക്ഷത്രമാണ്. ആ ദിവസം യമധർമ്മരാജാവിനെ നമ്മൾ ആദരിച്ചാൽ നമുക്ക് അപമൃത്യു ഉണ്ടാവുകയില്ല, അകാല മരണം സംഭവിക്കുകയില്ല, നമുക്ക് ആരോഗ്യത്തോടും ദീർഘായുസ്സോടും കൂടി നമുക്ക് ജീവിക്കാം. പിന്നെ എല്ലാവർക്കും ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. മരണം വരുന്ന സമയത്ത് ആസ്പത്രിയിൽ പോയി കിടന്ന് ICUയിലും വെന്റിലേറ്ററിലും കിടന്ന് പണം ചെലവാക്കാതെ സമാധാനമായി വീട്ടിൽ തന്നെ നമുക്ക് മരണത്തെ സ്വീകരിക്കാവുന്നതാണ്. സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കണം. മരണഭയം നമ്മളിൽ നിന്നും വിട്ടുപോകും യമധർമ്മരാജാവിനെ ആദരിച്ചാൽ. ഇത് ഭരണി വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. പക്ഷേ ഇത് നിത്യവും ചെയ്യണം. ഈ യമധർമ്മരാജാവിൻ്റെ ആരാധന നിത്യവും ചെയ്യണം. ഭരണിക്ക് സ്പെഷ്യലായിട്ട് ചെയ്യണം. അപ്പോൾ യമധർമ്മരാജാവിൻ്റെ മന്ത്രം പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. യമായ ധർമ്മരാജായ പൃഥ്വേ അന്ധകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച ഔദുംബരായ ദത്നായ നീലായ പരമേഷ്ഠിനേ മൃഗോദരായ ചിത്രായ ചിത്രഗുപ്തായ വൈ നമഃ. 64 അക്ഷരങ്ങൾ വരുന്ന ഒരു മഹാമന്ത്രമാണ്. ഈ മന്ത്രത്തെ 3 പ്രാവശ്യം പറയണം. തെക്കോട്ട് തിരിഞ്ഞു ഇരുന്നു കൊണ്ട് പറയാൻ പാടില്ല, നിന്നുകൊണ്ട് വേണം പറയാൻ. തെക്കോട്ട് നോക്കി പറയണം. യമധർമ്മരാജാവിൻ്റെ ദിക്ക് തെക്കു ദിക്കാണ്. ഇത് നാളെ മുതൽ എല്ലാവരും നിത്യം 3 നേരം പറയാം. രാവിലെ സൂര്യോദയത്തിന് ശേഷം, ഉച്ചയ്ക്ക് 11നും 12നും ഇടയ്ക്ക്, വൈകിട്ട് സൂര്യ അസ്തമനത്തിന് മുമ്പായിട്ട്. ഈ യമധർമ്മരാജാവിൻ്റെ മന്ത്രം പറയുന്നതിന് മുമ്പ് കുറച്ചു സംഖ്യ ഗായത്രി പറയണം. 3, 6, 9, 18, 36, 54, 108 അവരവരുടെ സമയം ലഭിക്കുന്നതനുസരിച്ച് ഗായത്രി മന്ത്രം ഒരു റിതമാറ്റിക്കായിട്ട് നിർത്തി പറയണം. ഈ രീതിയിൽ: ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി മന്ത്രം തറയിലിരുന്നു കൊണ്ട് പറയാം. തറയിലിരിക്കാൻ പറ്റാത്തവർ ചെയറിലിരുന്നു കൊണ്ട് പറയാം. ഗായത്രി മന്ത്രം പറഞ്ഞു കഴിഞ്ഞ ശേഷം എണീച്ച് നിന്നിട്ട് ഈ മന്ത്രം കൂടി പറയണം. നമ്മളുടെ കർമ്മപ്രക്ഷാളനത്തിനുള്ള മന്ത്രമാണ്. സന്ധ്യായൈ നമഃ, സാവിത്രൈ നമഃ, ഗായത്രൈ നമഃ, സരസ്വത്यै നമഃ, സർവാഭ്യോ ദേവതാഭ്യോ നമഃ. കാമോ കാർഷീദ് മന്യുരകാർഷീദ് നമോ നമഃ. കാമോ കാർഷീദ് മന്യുരകാർഷീദ് നമോ നമഃ. കാമോ കാർഷീദ് മന്യുരകാർഷീദ് നമോ നമഃ. ഇതിൻ്റെ അർത്ഥം, കാമോ കാർഷീദ് മന്യുരകാർഷീദിൻ്റെ അർത്ഥം, എൻ്റെ
അതിയായ കാമം കൊണ്ടും ആഗ്രഹം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപകർമ്മങ്ങളും ഇല്ലാതായി തീരണം. കാമപ്രക്ഷാളനം നടക്കണം. ഇതാണിത്. ഗായത്രി ജപത്തിന് ശേഷം ഇതൊരു 3 പ്രാവശ്യം പറയുക. ഇത് കിഴക്കോട്ട് നോക്കി പറയണം. വൈകിട്ട് പടിഞ്ഞാട്ട് നോക്കിയിട്ട് അത് പറഞ്ഞ് ഈ യമധർമ്മരാജാവിൻ്റെ മന്ത്രം തെക്കോട്ട് നോക്കിയിട്ട് പറയണം. യമധർമ്മരാജ മന്ത്രം പറഞ്ഞ ശേഷം ഇരുന്ന് മഹാവിഷ്ണുവിനെ ദ്വാദശനാമം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കണം. ഓം കേശവായ നമഃ, നാരായണായ നമഃ, മാധവായ നമഃ, ഗോവിന്ദായ നമഃ, വിഷ്ണവേ നമഃ, മധുസൂദനായ നമഃ, ത്രിവിക്രമായ നമഃ, വാമനായ നമഃ, ശ്രീധരായ നമഃ, ഹൃഷീകേശായ നമഃ, പദ്മനാഭായ നമഃ, ദാമോദരായ നമഃ. ഇത് കഴിഞ്ഞ് കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമൻ നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞ് ഓം തത് സത് ബ്രഹ്മാർപ്പണം, ഞാനെല്ലാം ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇതോടെ അവസാനിപ്പിക്കാം. അപ്പോൾ യമധർമ്മരാജാവിനെ ആദരിച്ച മാതിരിയായി കർമ്മപ്രക്ഷാളനത്തുള്ള മന്ത്രങ്ങളും പറഞ്ഞു, മഹാവിഷ്ണുവിനെ ആദരിച്ചു. അപ്പം ഈ മാളയപക്ഷം ഈ അമാവാസ്യ വരെ ഈ 15 ദിവസം തീർച്ചയായും ചെയ്യുക. അത് കഴിഞ്ഞ് അവനവൻ്റെ സൗകര്യപ്രകാരം ഈ മന്ത്രസമ്പ്രദായം, ഈ ജപസമ്പ്രദായം നമുക്ക് എല്ലാവരും തുടരണം. ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഞാനും എൻ്റെ വൈഫും നിങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ തീർത്തു തരുന്നതാണ്. ഫോൺ വിളിക്കുക. പിന്നെ ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾ ധ്യാനത്തിലേക്ക് നിത്യം വരികയാണെങ്കിൽ 6 മുതൽ 6:20 വരെ ഇതേമാതിരിയുള്ള പല നല്ല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഈ മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് പ്രത്യേകിച്ച് നവഗ്രഹ മന്ത്രങ്ങളും പറഞ്ഞിട്ടാണ് ധ്യാനം ചെയ്യുന്നത്. നവഗ്രഹ മന്ത്രങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും നവഗ്രഹങ്ങൾ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. നവഗ്രഹത്തെ പ്രീതിപ്പെടുത്തുക, നവഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുക, നിത്യം നവഗ്രഹ മന്ത്രങ്ങൾ പറയുക. ഞങ്ങളുടെ ധ്യാന സെഷൻ 6 മുതൽ 6 വരെ നിത്യം നവഗ്രഹ മന്ത്രം പറയുന്നുണ്ട്. എല്ലാവരും അതിൽ ചേരണം. ഇതിൽ ഫീസ് വാങ്ങിക്കുന്നില്ല. ഇതെല്ലാം ഒരു സോഷ്യൽ സർവീസ് മാത്രമാണ്. എല്ലാവരും വരിക. നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിക്കാം, പിതൃക്കളെ ആരാധിക്കാം. നമ്മളുടെ ജീവിതം സുഗമമായും സൗഖ്യമായും എല്ലാവർക്കും ജീവിക്കാം. താങ്ക് യു ആൾ, താങ്ക് യു ആൾ, താങ്ക് യു ആൾ.